ലൈവിൽ ഇപ്പോൾ ഗംഭീര ടാസ്കുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് വീട്ടിലിതാ 2 സ്വേച്ഛാധിപതികൾ എത്താൻ പോകുന്നു. നമുക്ക് വീഡിയോയിലേക്ക് വിശദമായി പോകാം. അല്പം മുൻപാണ് നമ്മുടെ ബിഗ് ബോസ് ആ ഒരു വാർത്ത കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് വീട് ഭരിക്കാൻ 2 സ്വേച്ഛാധിപതികൾ എത്താൻ പോകുന്നു എന്നുള്ള വാർത്തയായിരുന്നത്. ഒരു ടാസ്കിലൂടെയാണ് 2 വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. ആ 2 വിജയികളായിരിക്കും ഇനിയുള്ള ബിഗ് ബോസ് വീട് നിയന്ത്രണം ഏറ്റുവാങ്ങുക. കുടുംബാംഗങ്ങളിൽ ചിലരൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം കൂടി ഇവർക്ക് ലഭിക്കും. അതായത് ബിഗ് ബോസ് വീടിന്റെ ഭരണാധികാരമായിരിക്കും ആ 2 വ്യക്തികൾ സ്വന്തമാക്കുക. എന്തിനേറെ പറയണം, പണിപ്പുര ടാസ്കിന്റെ നിയന്ത്രണം വരെ ഇവരുടെ കയ്യിലായിരിക്കും. നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് ബിഗ് ബോസ് വീടിന്റെ സകല നിയന്ത്രണവും കിട്ടാൻ പോവുകയാണ്. നിയന്ത്രണം കിട്ടുന്നവർക്ക് ഒരു പക്ഷേ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സ്വന്തമായി തന്നെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് പെരുമാറാനും സാധിക്കും. നമ്മുടെ ഗാർഡൻ ഏരിയയിലായിരിക്കും ഈ ടാസ്ക് നടക്കാൻ പോകുന്നത്. ലൈവിന്റെ അടിസ്ഥാനത്തിൽ ഗാർഡൻ ഏരിയയിൽ 15 കാൽപാദങ്ങൾ ഉണ്ടാകും. അവിടെ പോയിട്ട് 15 പേര് നിൽക്കുക. ക്യാപ്റ്റൻ മാത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള ചുവന്ന ബോക്സിന്റെ അവിടെ നിൽക്കണം. ഈ 15 പേരിൽ നിന്നും 6 പേരെ പല ചോദ്യങ്ങളിലൂടെ തിരഞ്ഞെടുക്കാം. ഈ 6 പേരിൽ നിന്നും സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു സമയം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ചോദ്യം ചോദിക്കാനും ഇവർക്ക് ഉത്തരം പറയാനും 3 മിനിറ്റ് മാത്രമാണുള്ളത്. ഈ കടമ്പകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അധികാരിയെ തിരഞ്ഞെടുക്കുക. ഇതാണ് ബിഗ് ബോസ് നൽകിയിട്ടുള്ള അടിപൊളി ടാസ്ക്. ഈ ടാസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീടിനെ ഭരിക്കാൻ ഏറ്റവും കൂടുതൽ അധികാരമുള്ള 2 വ്യക്തികളാണ് ഈ ടാസ്കിന്റെ വിജയികളായി മാറുക. വീടിന്റെ എല്ലാ നിയന്ത്രണങ്ങളും ഇതിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ക്യാപ്റ്റനേക്കാൾ എത്രയോ വലിയ സ്ഥാനം തന്നെയായിരിക്കും ഈ 2 വ്യക്തികൾ കരസ്ഥമാക്കുക. ബിഗ് ബോസ് വീടിന്റെ പൂർണ്ണ നിയന്ത്രണങ്ങളും ഏറ്റുവാങ്ങാൻ കരുത്തുള്ള ആ 2 വ്യക്തികൾ ആരായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? വിജയി ആരായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്.